പിറ്റേ ദിവസം രാവിലെ കാർത്തിക് ഉണർന്നു. സമയം നോക്കുമ്പോൾ 9 മണി. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഫ്രഷായി ഹാളിലേക്ക് വന്നു. ഡൈനിങ് ടേബിളിൽ ബെഡ് റോസ്റ്റ് വെച്ചിരിക്കുന്നു. അവൻ അതും കഴിച്ച് ആതിരയുടെ റൂമിലേക്ക് നോക്കി. അത് പൂട്ടിയിരിക്കുന്നു. അവന് അവൾ ഓഫീസിൽ പോയി എന്ന് മനസ്സിലായി. അവന് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അത് മൈൻഡ് ചെയ്യാതെ ഓഫീസിലെത്തി. അവിടെ ആതിര അവളുടെ കസേരയിൽ തലയ്ക്ക് കൈവച്ചിരിക്കുന്നു. നിത്യ ആതിരയുടെ ഫ്രണ്ടാണ് കേട്ടോ. അവളോട് എന്തു പറ്റി എന്ന് അന്വേഷിക്കുന്നുണ്ട്. കാർത്തിക് ഒരു ഗ്ലാസ് വെള്ളവും തലവേദനയുടെ ഗുളികയും ആതിരയുടെ അടുത്തേക്ക് വെച്ച് കണ്ണുകൊണ്ട് അത് കുടിക്കാനായി കാണിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അത് കുടിച്ചു. റോയി ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ ജോലിയിൽ മുഴുകി. നിത്യ ഇതെല്ലാം ഒരു സംശയത്തോട് നോക്കി കാണുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആതിര ഓഫീസിൽ നിന്നിറങ്ങാൻ നേരത്ത് അവൾക്കൊരു ഫോൺ വന്നു. ഹലോ രശ്മി, കാർത്തിക്കിന് ഇന്ന് ഓവർ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വീട്ടിലെത്താൻ താമസിക്കുമെന്നും അതുകൊണ്ട് ഒരു ടാക്സി വിളിച്ചു പോകാനും അവൻ ആതിരയോട് പറഞ്ഞു. അവൾക്ക് അതൊരു അവസരമായി തോന്നി. താൻ എങ്ങനെ രശ്മിയെ കാണാൻ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തിക് ഈ കാര്യം പറയുന്നത്. അവൾ സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ആതിര നേരെ രശ്മിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവൾ ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് കേട്ടോ. കാർത്തിക് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തി. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. അവൻ കോളിംഗ് ബെല്ലടിച്ചു കുറച്ചു നേരം നിന്നതും ആരും വരാത്തത് കൊണ്ട് ആതിര ഉറങ്ങിക്കാണും, ശല്യപ്പെടുത്തണ്ട എന്ന ചിന്തയിൽ അവൻ ഒരു സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു. അവൻ നേരെ ആതിരയുടെ റൂമിലേക്ക് കയറി. അവിടെ അവൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അവളെ അവന് അവിടെ ഒന്നും കണ്ടില്ല. മാത്രമല്ല അവളുടെ ഡ്രസ്സും ലഗേജും അവിടെ കാണുന്നില്ല. അവന് ടെൻഷൻ കൂടി. വെറുതെ അവളുടെ വീട്ടിൽ വിളിച്ച് അവരെ ടെൻഷൻ അടിപ്പിക്കേണ്ട എന്നവൻ കരുതി. അവൻ കാര്യങ്ങളെല്ലാം റോയിയെയും വിളിച്ചു പറഞ്ഞു. പെട്ടെന്നാണ് അവൻ്റെ മനസ്സിൽ ആതിരയുടെ കൂട്ടുകാരി നിത്യയെ ഓർമ്മ വന്നത്. നിത്യ ആതിരയുടെ സുഹൃത്തും അതിലുപരി ആതിരയുടെയും കാർത്തിക്കിൻ്റെയും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവളുമാണ്. അവൾക്ക് കാർത്തിക്കിൻ്റെയും ആതിരയുടെയും ബന്ധത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. കാർത്തിക്കിൻ്റെ നിഗമനം ശരിയായിരുന്നു. ആതിര നിത്യയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആതിര നിത്യയുടെ അമ്മയോടും അച്ഛനോടും നിത്യയോടും വർത്താനം പറഞ്ഞുകൊണ്ട് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിത്യയ്ക്ക് കാർത്തിക്കിൻ്റെ ഫോൺ വന്നു. നിത്യ ഫോൺ എടുത്തുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ കാർത്തിക്, പറയൂ, എന്താ വിളിച്ചേ? അവിടെ ആതിര ഉണ്ടോ എന്നറിയാൻ വിളിച്ചതാണ്. ആ, അവൾ ഇവിടെ ഉണ്ടല്ലോ. ഹാവൂ, ആശ്വാസമായി. അവളുടെ റൂമിൽ കാണാത്തത് കൊണ്ട് മാത്രമല്ല, ലഗേജും കാണാതായപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാർത്തിക്, എനിക്ക് മനസ്സിലായില്ല. അവൾ റൂമിലില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ നിന്റെ കൂടെയാണോ താമസം? അതെങ്ങനെ? നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? നിത്യ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് കാർത്തിക് താൻ എന്താണ് പറഞ്ഞതെന്നോർത്ത് അബദ്ധം പറ്റിയല്ലോ എന്ന രീതിയിൽ നിശബ്ദനായി. ഹലോ കാർത്തിക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ കാർത്തിക്. പെട്ടെന്ന് കാർത്തിക് സംസാരിച്ചു തുടങ്ങി. അത് നിത്യ, ഇനിയൊന്നും അവളോട് ഒളിക്കുന്നത് ശരിയല്ല എന്ന് കാർത്തിക്കിന് തോന്നി. അവൻ ആതിരയെയും തന്നെയും കുറിച്ച് എല്ലാം നിത്യയോട് പറഞ്ഞു. അവരുടെ കല്യാണത്തെക്കുറിച്ചും ഡിവോഴ്സ് പ്ലാനിങ്ങിനെക്കുറിച്ചും പിന്നീട് അവൻ ആതിരയോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. എല്ലാം വിശദമായി കേട്ട ശേഷം നിത്യ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ശേഷം അവനോട് ആതിരയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക്കിനോടൊരു മാരേജ് വിശ്വാസം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. കാർത്തിക്കും ഒരു ചെറുപുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം നിത്യ ഒരു ചെറുപുഞ്ചിരിയോടെ പുറത്തുനിന്ന് വീടിനകത്തേക്ക് കയറി. അവൾ നേരെ ആതിരയുടെ അടുത്തേക്ക് ചെന്നു. ആതിരയെ മെല്ലെ അവളുടെ റൂമിലേക്ക് വിളിപ്പിച്ച് റൂമിൻ്റെ കതകടച്ച് കുറ്റിയിട്ടു. ഇവൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന സംശയത്തോടെ ആതിര നിത്യയെ നോക്കി. നിത്യ ആതിരയുടെ നേരെ തിരിഞ്ഞു. കാർത്തിക് വിളിച്ചിരുന്നു. കാർത്തിക്കിൻ്റെ പേര് കേട്ടതും ആതിര ഒന്ന് ഞെട്ടി. അത് നിത്യ ശ്രദ്ധിച്ചു. കാർത്തിക് എന്നോട് എല്ലാം പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ബന്ധവും കല്യാണവും എല്ലാം. അപ്പോഴേ എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. നിത്യ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു.
അത് കേട്ടതും ആതിര തിരിഞ്ഞു നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അത് കണ്ടതും നിത്യമെല്ലെ അവളുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്നത് പോലെ പറഞ്ഞു, അപ്പോൾ നിനക്ക് അവനോട് ഇഷ്ടമുണ്ടല്ലേ? കാർത്തിക്കിൻ്റെ സംസാരം കേട്ടിട്ട് അവനും നിന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാ നീ അവനെ? രശ്മി അവളാണോ പ്രശ്നം? അത് കേട്ടതും ആതിര നിശബ്ദയായി നിന്നു. ആതിര മറുപടി പറഞ്ഞു, രശ്മി അവൻ്റെ പ്രണയിനിയല്ലേ? അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവരുടെ നടുവിൽ ഒരു കരടായി വന്നത് ഞാനാണ്. അവൻ ഇപ്പോഴും രശ്മിയോട് മാത്രമാണ് പ്രണയം. അതവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ. രശ്മി അവൻ്റെ പ്രണയിനിയാണെങ്കിലേ നീ അവൻ്റെ ഭാര്യയാണ്. അത് നീ മറക്കണ്ട. രശ്മിയേക്കാൾ ഇപ്പോൾ അവനിൽ അധികാരം നിനക്കാണ്. പ്രണയിക്കാനും വെറുക്കാനും അതിലെന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ. അത്രമാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ബാക്കി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ. പിറ്റേ ദിവസം രാവിലെ തന്നെ കാർത്തിക് ഓഫീസിലെത്തിയിരുന്നു. രശ്മിയും അവധിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലെത്തിയിരുന്നു. രശ്മി കാർത്തിക്കിനരികിൽ അവളുടെ സീറ്റിലിരുന്നു. അവൾ വളരെ സന്തോഷത്തിലാണ്. ഒരു വലിയ ആഗ്രഹം സാധിച്ചവളെപ്പോലെ അവൾ കാർത്തിക്കിനെ നോക്കി ചിരിച്ചു. അവൻ കവാടത്തിൻ്റെ അങ്ങോട്ട് തന്നെ നോക്കി ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ഇരിക്കുന്നു. തന്നെ നോക്കി ചിരിക്കുന്ന രശ്മിയെ കണ്ട് അവനും ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ വാതിക്കലിൽ തന്നെ നോക്കി നിന്നു. അത് കണ്ട രശ്മി പുച്ഛവും ദേഷ്യവും നിറഞ്ഞ സ്വരത്തിൽ തനിയെ പറഞ്ഞു, നീ ആരെയാ പ്രതീക്ഷിക്കുന്നത് എന്നെനിക്കറിയാം. അവളെയല്ലേ, ആ ആതിരയെ. അവളിനി വരില്ല, നീ നോക്കിക്കോ. പക്ഷേ രശ്മിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആതിര നിത്യയുടെ കൂടെ ഓഫീസിലെത്തി. അവളെ കണ്ടതും കാർത്തിക്കിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവളുടെ അഴിച്ചിട്ട തലമുടിയും അതിൽ ചില തലമുടികൾക്ക് അനുസരണയില്ലാതെ അവളുടെ മുഖത്തേക്ക് പാറിക്കളിക്കുന്നു. അതവൾ കൈകൊണ്ട് ഒതുക്കി വെച്ചു. വെള്ളയിൽ പൂക്കൾ എംബ്രോയ്ഡറി വർക്കുള്ള ആ ചുരിദാർ അവളെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ആ രൂപത്തിൽ നടന്നു വരുന്ന അവളെ കണ്ടതും അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. പക്ഷേ ചുറ്റുപാടും എല്ലാം മനസ്സിലാക്കി അവൻ അവൻ്റെ ഫീലിങ്സ് പുറത്ത് കാണിക്കാതെ നിന്നു. റോയി കാർത്തികിനെ നോക്കിയപ്പോൾ അവൻ ആതിരയെ തന്നെ വായും പൊളച്ച് നോക്കി നിൽക്കുന്നതാണ് റോയി കാണുന്നത്. റോയി ഇതെല്ലാം കണ്ട് ചിരിക്കുന്നു. ഇതെല്ലാം രശ്മി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. കാർത്തികിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നിത്യയും ആതിരയും അടക്കം. നിത്യയ്ക്ക് അവനെ കണ്ടപ്പോൾ ചിരി വന്നു. ആതിരക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷവും നാണവും വന്നു. പക്ഷേ അവൾ അത് പുറത്ത് കാണിക്കാതെ ദേഷ്യത്തിൽ കാർത്തികിനെ തന്നെ തുറപ്പിച്ചു നോക്കി. കാർത്തിക് ഇപ്പോഴും സ്വപ്നലോകത്ത് തന്നെയാണ്. ആതിരയുടെ തുറിച്ചു നോട്ടം കണ്ടതും റോയി കാർത്തിക്കിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു. അപ്പോൾ കാർത്തിക് ഞെട്ടി ഉണർന്നു. എന്നിട്ട് റോയിയെ തറപ്പിച്ചു നോക്കി. ആ നോട്ടം കണ്ടതും റോയി ചുറ്റും നോക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. കാർത്തിക് ചുറ്റുപാടും നോക്കിയപ്പോൾ അവനെ തന്നെ എല്ലാവരും നോക്കി നിൽക്കുന്നു. അവൻ ഒരു ചമ്മൽ ചിരിയോടെ സീറ്റിലിരുന്നു. ആതിര കാർത്തിക്കിനരികിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് നിത്യയുടെ അടുത്തായിരുന്നു. ഇതെല്ലാം കണ്ട് രശ്മി മാത്രം സന്തോഷത്തിലാണ്. ആതിര തൻ്റെ ബാഗ് സീറ്റിൽ വെച്ച് നിത്യയെ നോക്കി. ഞാൻ വാഷ്റൂമിൽ പോയി വരാം. നിത്യ ഒന്ന് മൂളി. ആതിര വാഷ്റൂമിൽ പോയതും ബോസ് അങ്ങോട്ട് കടന്നു വന്നു. ഹലോ എവരിബഡി, ലിസൺ ടു മീ, ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ബോസ് അങ്ങോട്ട് കയറി വന്നു. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു. ബോസ് തുടർന്നു, ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അതും പറഞ്ഞ് ബോസ് തൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞ് കൈ ചൂണ്ടി. എല്ലാവരും അങ്ങോട്ട് നോക്കി. ബോസ് ചൂണ്ടിയ വശത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നു. എല്ലാ പെൺകുട്ടികളും അവനെ കണ്ട് വാ പൊളിച്ചു നിന്നു. അവനെ അടുത്ത് നിർത്തി ബോസ് തുടർന്നു, മീറ്റ് മിസ്റ്റർ അരുൺ, അവർ ന്യൂ മെമ്പർ ഓഫ് ദിസ് ഓഫീസ്. അരുൺ എല്ലാവരെയും നോക്കി ഒരു ചിരിയോടെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സ്വയം പരിചയപ്പെടുത്തി. ഇവൻ അരുൺ, ഒരു മാന്യനായ ചെറുപ്പക്കാരൻ. പക്ഷേ അവനിവിടെ വന്നത് പല ലക്ഷ്യങ്ങളായിട്ടാണോ? നമുക്ക് നോക്കാം ഇവൻ ആരുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കുമെന്ന്. കാത്തിരിക്കുക.